വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിച്ചൂസ് ജേണി. ഇന്നൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്ന് ഗൾഫ് കൺട്രീസിലൊക്കെ പെരുന്നാളാണ്. അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. നമ്മുടെ നാട്ടിൽ നാളെയാണല്ലോ പെരുന്നാൾ വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എണീറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രഷനപ്പ് ആയിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. അമ്മയ്ക്ക് ഓഫീസുണ്ട്, ഇയർ എൻഡിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് മാർച്ചല്ലേ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് സൺഡേ ഒരു 3 മണി വരെ ഓഫീസ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ അമ്മ പോയി, അനിയൻ ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് ഇനി കുറച്ചൊന്ന് ഫ്രഷായി ഇവിടെ ഒക്കെ ഒന്ന് കുറച്ച് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് നേരെ ടൈലറിങ് ക്ലാസ്സിന് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. അപ്പോൾ എനിക്ക് ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെടികൾക്ക് കുറച്ച് വെള്ളം നനയ്ക്കാനുണ്ട്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മക്രോണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ടൈലറിങ് ക്ലാസ്സിന് പോകണം, ഡ്രസ്സൊക്കെ മാറിയിട്ട്. അപ്പോൾ ഇന്ന് അത്രയ്ക്ക് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ പ്ലാനിങ് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ നീണ്ടു പോകുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഓരോ പ്ലാനിങ്സ് വരിക. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ എണീറ്റിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം. ഞാൻ റൂമിൽ എപ്പോഴും ഇങ്ങനെ ഒരു കുപ്പിയിൽ വെള്ളം നനയ്ക്കാറുണ്ട്. ഇത് ഞാൻ തിരുപ്പൂർ പഠിക്കാൻ പോയപ്പോൾ ഹോസ്റ്റലിൽ യൂസ് ചെയ്തിരുന്ന കുപ്പിയാട്ടോ. ഈ കുപ്പീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കുപ്പി എൻ്റെ 8ാമത്തെ 7ാമത്തെ കുപ്പിയായിരിക്കട്ടെ. ഞാൻ പഠിക്കാൻ പോയതിനു ശേഷം ഒരു 4 വർഷം ഉണ്ടായിരുന്നു ഞാൻ തിരുപ്പൂർ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 6-7 കുപ്പികളുണ്ടായിരുന്നു. കാരണം ഞാൻ കുപ്പിയായിട്ട് കോളേജിൽ പോവും. പിന്നെ അറിയാലോ, ബോയ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ വെള്ളം കുടിക്കാൻ വെള്ളം കുപ്പി ചോദിക്കും. പിന്നെ അവർ എറിഞ്ഞു തരും. അങ്ങനെ താഴെ വീഴും, പൊട്ടും. പിന്നെ കുറേ കുപ്പികൾ ഹോസ്റ്റലിലൊക്കെ ആകുമ്പോൾ മിസ്സായി പോവും. അങ്ങനെ കുറേ കാണാണ്ടായി അവസാനം ഇത്രയും നാൾ ഇപ്പോൾ ഒരു 2-3 കൊല്ലമായിട്ട് എൻ്റെ കയ്യിലുണ്ട് ഈ കുപ്പി. ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ അത് കഴിഞ്ഞിപ്പോൾ 1-2 വർഷം ആവാറായല്ലോ. അപ്പോൾ അത്രയും കാലം എൻ്റെ കയ്യിൽ കുപ്പി ഉണ്ട്. ഇപ്പം ഞാൻ അത് റൂമിൽ വെള്ളം നിറച്ച് വയ്ക്കാണ്ട് ചെയ്യാറ്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് സൺസ്ക്രീനൊക്കെ തേച്ചിട്ട് നേരെ വെള്ളം നനയ്ക്കാൻ പോകും. ടെറസിൽ നല്ല വെയിലായിട്ടുണ്ട്. അപ്പോൾ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ എപ്പോഴത്തേയും പോലെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഡോട്ടാങ്കിയുടെ ഈ സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ കുറച്ച് തേക്കാം, കാരണം പുറത്ത് നല്ല വെയിലുണ്ട്. അപ്പോൾ ടെറസിലാകുമ്പോൾ ഒന്നും കൂടി വെയിൽ കൂടും, കോളം ഉണ്ടാക്കും. അപ്പോൾ നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ആയിട്ട് ഈ ലിപ് ബാം ആയിക്കാട്ട്. ഇത് കുറച്ച് ടിൻഡഡ് ആണ്, എന്നാലും കുഴപ്പമില്ലാത്ത ഇത് LITൻ്റെ ആണ്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ടെറസിലേക്ക് വെള്ളം നനയ്ക്കാൻ പോവാം ഗൈസ്. അങ്ങനെ ഞാൻ മുകളിൽ വെള്ളമൊക്കെ നനച്ച് വന്നു കേട്ടോ. കുറച്ച് പണിയാണ്, വെള്ളം ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുപോയി നനയ്ക്കണം. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഡെയിലി ഇപ്പോൾ നനയ്ക്കണോണ്ട് എനിക്കൊരു റുട്ടീനായി പോയി. അപ്പോൾ ഇനി നമ്മുടെ പരിപാടിയിൽ തന്നെ മക്രോണി ഉണ്ടാക്കലായിരുന്നു. പക്ഷേ എൻ്റെ അനിയൻ വേണ്ടിയിട്ട് പറഞ്ഞു അവൻ ദോശ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന്. അപ്പോൾ നമുക്ക് ആ പണി ഒന്ന് കിട്ടി. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കാം. അപ്പോൾ പാലമ്മ ഓൾറെഡി കുറച്ച് പാൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് പാൽ ചായ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പാൽ തിളപ്പിക്കാൻ വയ്ക്കാം. ഏലക്കായ കൊണ്ടിട്ട് ഇപ്പോൾ ചായ ഉണ്ടാക്കാനായിട്ട് ഇഷ്ടം. പക്ഷെ ഇപ്പോൾ ഞാൻ ഏലക്കായ ചേർത്ത് പെട്ട ഏലക്കായൊക്കെ തീർന്നു. അവൻ എപ്പോഴും ചീത്ത പറയട്ടോ ചായയിൽ ഏലക്കായ ഇടുമ്പോൾ. പക്ഷെ അത് ടേസ്റ്റ് ആണെങ്കിലും ഏലക്കായ്ക്കൊക്കെ നല്ല വിലയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇടുമ്പോൾ അങ്ങ് പറയും ഏലക്കായ ചായയിലിട്ടുണ്ടെങ്കിൽ പറയും. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ ഏലക്കായ ഇടും. അങ്ങനെ ഏലക്കായ തീർന്നു. അപ്പം നമുക്ക് ഏലക്കായ ഇല്ലാത്ത ചായയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നു. പാൽ തിളച്ചിട്ട് നമുക്ക് പഞ്ചസാര ഇടാം. ചിലർ പഞ്ചസാരയൊക്കെ ലാസ്റ്റ് ഒഴിക്കാൻ നേരത്താക്കുള്ളൂ. ഞാൻ ആദ്യം തന്നെ എല്ലാം കൂടി ഇടും. പിന്നെ എനിക്ക് സമയം കളയാൻ ഭയങ്കര ടേസ്റ്റ്. അപ്പം നമുക്ക് ആദ്യം പഞ്ചസാര ഇടാം. നമുക്ക് നെക്സ്റ്റ് ചായപ്പൊടി ഇടാം. നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അരിച്ച് ഒരു ഫ്ലാസ്കിലാക്കാം. എന്നിട്ട് വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം കേട്ടോ, ടൈലറിങ്ങിന് പോകാൻ. അപ്പോൾ നമ്മൾ ഫ്ലാസ്കിൽ ചായ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് കേട്ടോ, ടൈലറിങ്ങിന് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ശരി, അവൻ വരുമ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. ഞാൻ അതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ദോശ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് കാണാം. ഇതാട്ടോ അവൻ വാങ്ങിച്ചു കൊടുന്ന ദോശയുണ്ട്, തക്കാളി ചട്നിയുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ നമ്മുടെ തേങ്ങ ചട്നിയുണ്ട്, പിന്നെ ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി കഴിച്ചിട്ട് ഞാൻ വേഗം ഇറങ്ങട്ടെ. അങ്ങനെ ഇതാ ഞാൻ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വെയിലാണ്, കണ്ടില്ല, നന്നായി വേർത്ത് ഒലിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അനിയൻ്റെ കൂടിയാട്ടോ ടൈലറിങ്ങിൻ്റെ അവിടേക്ക് പോകുന്നത്. മമ്മിയുടെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൻ്റെ അവിടെയാട്ടോ ഞാൻ ടൈലറിങ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 മന്ത് ആയിട്ടുണ്ട്. ഈ സൺഡേസ് മാത്രമുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് വെച്ചാൽ പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെ ഞാൻ ടൈലറിങ് ക്ലാസ്സിനുള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ടീച്ചർ അപ്പുറത്തുണ്ട്. ഞാൻ ഇന്ന് പഠിക്കുന്നത് ഒരു ഷിമ്മിയാട്ടോ. അങ്ങനെ നമ്മുടെ ക്ലാസ്
ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് നടക്കാം കേട്ടോ. നല്ല വെയിലുണ്ട്. അനിയൻ വിളിക്കാൻ വരും. അപ്പോൾ കുറച്ചടക്കുമ്പോഴേക്കും അവൻ വിളിക്കാൻ വരും. അപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. ഇപ്പം എന്നെ ഏതെങ്കിലും പിള്ളേരൊക്കെ കണ്ടാൽ പേടിച്ച് പോകും കേട്ടോ. കണ്ടില്ലേ, കണ്ണൊക്കെ പരന്ന് കൺമശ ചെയ്ത് അങ്ങനെ നന്നായി പരക്കൂട്ടോ. പിന്നെ വെയിലും കൂടിയല്ലേ, ഭദ്രകാളിയുടെ പോലെ ഉണ്ട് കാണാൻ. വീട്ടിലെത്തിയിട്ട് വേണം അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാനൊരു ഷിമ്മിയാട്ടോ തയ്ക്കാൻ പഠിച്ചില്ല, ഓൾമോസ്റ്റ് പഠിച്ച് തീർക്കണേ ഉള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉടുപ്പൊക്കെ തയ്ക്കാൻ പറ്റുമെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പോൾ പക്ഷേ ഈ സൺഡേസ് മാത്രമേ ക്ലാസ് ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് അത്ര പെട്ടെന്നെല്ലാം പഠിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അടുത്ത ആഴ്ചപ്പോഴേക്കും ചിലതൊക്കെ മറക്കുകയും ചെയ്യും. എന്നാലും നമ്മൾ മാക്സിമം സ്പീഡിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ചുരിദാറെങ്കിലും തയ്ച്ചിടാൻ പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും നടക്കട്ടെ. അങ്ങനെ കുറച്ച് നടന്നപ്പോഴേക്കും അവൻ വിളിക്കാൻ വന്നു. പോണ വഴിക്ക് നമുക്കൊരു സ്റ്റിച്ചിങ് സെൻ്ററിൽ കേട്ട് എൻ്റെ ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാൻ കൊടുക്കാണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തേണ്ട വീട്ടിൽ പോയപ്പോൾ ചോറും പയറുപ്പേരിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ തോന്നി. അങ്ങനെ പൊറോട്ടയും ചില്ലി ചിക്കനും വാങ്ങിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അങ്ങനെ ഇതാ ഞാൻ ഫുഡ് അടി കഴിഞ്ഞു, മോളി വന്നു, ഡ്രസ്സ് മാറ്റി. എനിക്ക് ഫുഡ് കഴിച്ചാൽ വീട്ടിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ, അതായത് സൺഡേസ് മാത്രമേ ലീവ് ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചാൽ കുറച്ച് നേരം ഉറങ്ങുണ്ടാവും. എനിക്കിഷ്ടമാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം, അപ്പം തന്നെ കിടന്നുറങ്ങില്ല, കുറച്ച് നേരം ഒന്ന് ടി വി കണ്ടതിന് ശേഷം വന്ന് കുറച്ച് നേരം ഉറങ്ങും. പക്ഷെ പലപ്പോഴും ഞാൻ കുറച്ച് നേരം എണീക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ കണ്ട് എണീക്കാറ്. പക്ഷെ നമുക്ക് ഇന്ന് എന്തായാലും നേരത്തെ എണീക്കണം. ഒരു മണിക്കൂറോ, ഇപ്പോൾ സമയം ഒരു 3:15 ആയിട്ടുണ്ട്. 1 മണിക്കൂറൊക്കെ കിടന്നുറങ്ങിയിട്ട് എണീറ്റിട്ട് നമുക്ക് നാളത്തേക്കുള്ള കോട്ടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അലക്കാനുണ്ട്. നാളെ മിക്കവാറും പെരുന്നാളാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ, ടെസ്റ്റ് ഉണ്ടാവില്ല. കാരണം അവർക്ക് നാളെ ഹോളിഡേ ആണ്. നമുക്ക് ഹോസ്പിറ്റൽ ഹോളിഡേ ഇല്ല, ഈ മുസ്ലിംസിന് മാത്രം ഹോളിഡേ, അങ്ങനെയാട്ടോ. അപ്പോൾ എനിക്ക് അതൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ പറ്റുകയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാട്ടോ, നമ്മൾ എണീക്കുന്ന ഒരു സമയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതൊക്കെ. പിന്നെ കുളിക്കണം, വിളക്ക് വയ്ക്കണം, അതൊക്കെ ഇനി ഇന്നത്തെ പരിപാടികളിലുള്ളൂ. പറ്റിയൊന്ന് പുറത്ത് പോകണം. അപ്പോൾ നമുക്ക് ഉറങ്ങിയിട്ട് കാണാം. അപ്പോൾ ഞാൻ ഉറങ്ങട്ടെ ഗൈസ്. അങ്ങനെ ഞാൻ എണീറ്റു. ഞാനെന്താ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യേണ്ടായിരുന്നു, അതൊക്കെ വാഷ് ചെയ്തു. ഇനി നമുക്ക് പോയി ചായ വയ്ക്കാം. അതിനുശേഷം ചായ കുടിച്ചിട്ട് കുളിക്കാം. ഓക്കെ. ജസ്റ്റ് ഒന്ന് കാറ്റ് കൊള്ളാമെന്ന് എഴുതി പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അമ്മ അവിടെ വല്യമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ സംസാരം കുറച്ചു നേരം കേട്ടോണ്ടിരുന്നപ്പോഴാണ് പുറത്തുനിന്ന് പടക്കം പൊടുന്ന ശബ്ദം കേട്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ പിറ്റേ ദിവസം പെരുന്നാളാണ് നമ്മുടെ നാട്ടിൽ നിന്ന്. പിന്നെ ഞാൻ ഉള്ളിൽ പോയി ഒരു കട്ടൻ ചായ കിട്ടും കേട്ടോ. ജോലി ചെയ്ത് തളർന്നിരിക്കുന്ന അമ്മയ്ക്ക് കുറച്ച് കട്ടൻ ചായ കുടിക്കാൻ കൊടുക്കാൻ എഴുതി. ഇന്ന് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ കൊക്കുവടയാട്ടോ. ഇന്ന് ഞങ്ങളുടെ അവിടെ കൊക്കുവട എന്നാണ് പറയുക. പല സ്ഥലത്തും പല പേരാട്ടോ ഇതിന് പറയുക. പിന്നെ ഞാൻ കുറച്ച് നേരം ടി വി ഒക്കെ ഇരുന്ന് കണ്ടു. ഞാൻ എന്താ മോളി വന്ന് കുളിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കണം. പിന്നെ നാളത്തേക്കുള്ള ഡ്രസ്സ് തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഓടാൻ വയ്യ. ഇപ്പം രാവിലെ നേരത്തെ എണീക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഞാൻ നേരത്തെ എണീക്കാത്തതുകൊണ്ട് മീൻസ് ഞാൻ എണീക്കുമ്പോൾ ഒരു 7:15 കഴിയും. അപ്പോൾ പിന്നെ കുളിച്ച് റെഡിയാവുന്ന തേക്കാൻ നിൽക്കുമ്പോൾ എക്സ്ട്രാ ടൈം പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു തലേദിവസം തന്നെ തേച്ചേക്കാണ്. പിന്നെ നമുക്ക് കുറച്ച് ഡ്രസ്സുകൾ മടക്കി വയ്ക്കാണ്ട് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികളുള്ളൂ. ഇനി നാളെ ഡ്യൂട്ടിക്ക് പോകണം. ഒരു ദിവസം എത്ര പെട്ടെന്ന് പോകണമെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കേണ്ടത്. അത് സൺഡേ മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ള വർക്കിംഗ് ഡേയ്സ് ആയാലും വേഗം വേഗം പോകുന്നുണ്ട് സമയം. അപ്പോൾ ഞാൻ പോയിട്ട് ഇനി ഫുഡ് കഴിക്കട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് പണികൾ കൂടി ഉണ്ട്. അപ്പോൾ പോട്ടെട്ടാ. നമുക്കിന്ന് കഴിക്കാനുള്ളതൊക്കെ കേട്ടോ. ഇത് ഗുരുരാമത്തിലെ ചോറും മോരുകറിയാണ്. പിന്നെ പയറുപ്പേരി അമ്മ ഓൾറെഡി ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞാനും അനിയനും കൂടിയിട്ട് പുറത്തുനിന്നല്ലേ ഫുഡ് കഴിച്ചത്, അതുകൊണ്ട് ഇത് കഴിച്ചിട്ടില്ല, അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുൾ അങ്ങോട്ട് അടിച്ചെടുത്തു കേട്ടോ. അമ്മ ഓൾറെഡി കഴിച്ചതാണ്. പിന്നെ അച്ചാർ ഇന്ന് വല്യമ്മ കൊടുത്തയച്ചു കേട്ടോ. വല്യമ്മയുടെ സ്പെഷ്യൽ ഇരുമ്പാമ്പുളി അച്ചാറാണ്. അപ്പോൾ ഇനി ഇതൊക്കെ ഇട്ടൊന്ന് കഴിക്കട്ടെ കേട്ടോ. ഫുഡ് കഴിച്ചാൽ മധുരം എനിക്ക് കുറച്ച് നിർബന്ധമാണ്. അത്ര നല്ല ശീലമല്ല എന്നറിയാം, എന്ത് പറയാൻ ശീലിച്ച് പോയില്ല. അപ്പോൾ ഞാനൊരു ചോക്ലേറ്റ്സ് കഴിച്ചിട്ട് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ്. റോച്ചി ചോക്ലേറ്റ്സ് എന്ന് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാട്ടോ എനിക്കിത് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നത്. ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ്, അടിപൊളി ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഞാൻ ഈ ആൻറ്റിയുടെ യൂട്യൂബ് ചാനലിലേക്ക് കാണാൻ കേട്ടോ. നല്ല കുക്കിംഗ് വീഡിയോസാണ്. ഇന്നത്തെ മുട്ടമാലയൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അമ്മ കുറച്ച് മാങ്ങയായിട്ട് വന്നു കേട്ടോ. അച്ഛന് സീസൺ ടൈം ആയതുകൊണ്ട് അച്ഛൻ എല്ലാ വട്ടം വരുമ്പോഴും കുറേ മാങ്ങയായിട്ടാണ് വരിക. ഞാൻ സ്വന്തമായിട്ട് ചെത്തി കഴിക്കൽ വളരെ കുറവാട്ടോ. അമ്മ ഇങ്ങനെ ഉച്ചയ്ക്ക് ചോറുണ്ടാലും രാത്രി ചോറുണ്ടാലും ഒക്കെ കുറച്ച് മാങ്ങനെ കൊടുന്ന് ചെത്തി തരുമ്പോൾ നമ്മൾ നന്നായി കഴിച്ചോളും. പിന്നെ ഇടയ്ക്കുമ്പോൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി തരാൻ കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് ടാസ്ക്കാണ് ഈ ഡ്രസ്സ് മടക്കി വെക്കൽ. അപ്പോൾ കുറച്ചധികം ഡ്രസ്സ് മടക്കി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാം മടക്കി വെച്ചു നമുക്ക് കിടക്കാൻ പോവാട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ, കുഞ്ഞു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ടാറ്റാ.